ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ സഭയുടെ അതിവിശുദ്ധമായ ഈ സ്ഥലത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം തേടുന്ന ഈ സമയം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ഈ പ്രദേശത്തുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സന്തോഷച്ചനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സന്യാസ സഭയായ ബഥനി മിഷയാനുകരണ സന്യാസ സഭയുടെ OSCയുടെ പ്രതിനിധികളായി ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ റക്ടറച്ഛനും അതുപോലെ ജെറിനച്ഛനും നമ്മളോടൊപ്പം ഈ വിശുദ്ധ ബലിയിൽ നമ്മെ സഹായിക്കുന്നു. ഇവിടേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ബ്രദേഴ്സുണ്ട്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. ഈ ശുശ്രൂഷയിൽ രാപകൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുണ്ട്. ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടക സംഘമുണ്ട്. ഏവരെയും ഒറ്റവാക്കിൽ ഈ പരിശുദ്ധ ബലിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. സ്നേഹമുള്ളവരെ, ഈ ബലിമധ്യയെ നാം ധ്യാനിക്കുന്നതും ഇത്ര ദൂരം നാം സഞ്ചരിച്ച് ഇവിടെ എത്തിയതും ഒരു വ്യക്തിയോടുള്ള നമ്മുടെ പ്രത്യേകമായ ഭക്തിയും കൗതുകവും അതിനേക്കാളൊക്കെ ഉപരി ഈ ഭൂമിക്ക് അതീതമായി, ഈ ലോകത്തിന് അതീതമായി നിത്യതയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നൽകിയ വലിയ ഒരു സംഭാവന തിരിച്ചറിയുവാൻ വേണ്ടി കൂടിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ദേശത്ത്, പ്രത്യേകിച്ച് ഗോവയിൽ സ്പെയിനിൽ നിന്ന് എത്തിച്ചേർന്ന് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് ചേർന്ന് ഒരു വലിയ വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത വലിയൊരു ചാലകശക്തി. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായൊരു സ്നേഹം, എന്താണ് അദ്ദേഹത്തിന് സ്വർഗം കനിഞ്ഞ് സമ്മാനിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള കൗതുകം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികൾ എന്താണ് എന്ന് അറിയാനുള്ള ആഗ്രഹം, ഇതെല്ലാമാണ് നമ്മെ ഇവിടെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഒരുപിടി നിയോഗങ്ങൾ നമ്മളൊക്കെ ഈ പുണ്യവാൻ്റെ കബറിടത്തിൽ വയ്ക്കുവാനുണ്ട്, സമർപ്പിക്കുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ ഇത്രമേലൊരു ജനസമൂഹം ഇടതടവില്ലാതെ ഒരു ജനസമുദ്രം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ അദ്ദേഹത്തിലൂടെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി പൂർത്തിയാക്കാം. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചലനങ്ങൾ മുഴുവനും നിത്യതയുമായി ബന്ധപ്പെട്ടായിരുന്നു, സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഈ ബലിമധ്യയെ അദ്ദേഹം നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന പാഠം ഇതാണ്: നമ്മുടെ ഒരു പാദം ഈ ഭൂമിയിലും മറുപാദം സ്വർഗത്തിലും വെച്ച് നടക്കാൻ ശീലിക്കുക. ഇത് നമ്മുടെ ഒരു വാടക വീടാണ്. നാം എല്ലാം ഇട്ടേച്ചു പോകേണ്ടവരാണ്. സ്വർഗത്തെക്കുറിച്ചൊരു വെട്ടം കിട്ടിയ, നിത്യതയെക്കുറിച്ചൊരു വെളിച്ചം കിട്ടിയ ഒരു വ്യക്തി ഒരു ജനതയെ സ്വാധീനിക്കും, ഒരു ദേശത്തെ സ്വാധീനിക്കും. അദ്ദേഹം ദൈവത്തോടായിരുന്നു അടുപ്പം സൂക്ഷിച്ചിരുന്നത്. ഈ ഭൂമിയോടോ മണ്ണിനോടോ പ്രശസ്തിയോടോ സമ്പത്തിനോടോ അംഗീകാരങ്ങളോടോ ബന്ധുബലത്തോടോ കുടുംബമഹിമയോടോ അല്ല, മറിച്ച് അദ്ദേഹം ബന്ധപ്പെട്ട് നിന്നത് സ്വർഗത്തോടായിരുന്നു.
ആൻ ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ഈശോയോടുള്ള ഈ അടുപ്പം, ക്രിസ്തുവിനോടുള്ള അടുപ്പം, അതായിരുന്നു അദ്ദേഹത്തിന് സ്വർഗം ഇത്രമേൽ ബഹുമാനിക്കാൻ, ആദരിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തു, യേശു ക്രിസ്തു തിരുവചനത്തിൽ അരുളി ചെയ്തു, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഒരു വലിയ സമൂഹം പുണ്യവാൻ്റെ കബറിടം സന്ദർശിക്കുന്നതും അഴിയാത്ത ഈ ശരീരം കണ്ടുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും ദൈവം അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് നൽകിയ വലിയ നൽവരങ്ങളെ കാണുവാൻ ശ്രമിക്കുന്നതുമൊക്കെ ഇതുകൊണ്ടാണ്. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പലായനം ചെയ്ത ആളാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഒരു നിത്യതയുടെ ചക്രവാളം വിശാലമായി വിടർന്നു നിന്നിരുന്നു. അതാണ് അദ്ദേഹത്തെ വലിപ്പമുള്ളവനാക്കിയത്. കാരണം അദ്ദേഹത്തിന് ക്രിസ്തുവിനോടായിരുന്നു അടുപ്പം. അതുകൊണ്ടാണ് സ്പെയിനിൽ സുന്ദരമായ ജീവിത സുരക്ഷിതത്വമുള്ള, ധനമുള്ള, മഹിമയുള്ള ഒരന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഈ തീരപ്രദേശത്തെ പാവപ്പെട്ട ജനതയുടെ ഇടയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹം തിരികെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട ജർണലിസ്റ്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആദ്യകാലങ്ങളിലെ എല്ലാ മിഷനറിമാരും അദ്ദേഹത്തെയൊക്കെ പഠിപ്പിക്കുന്ന, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുഭൂതരും വിദേശത്തു നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വന്നവരൊന്നും തിരികെ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നില്ല. കാരണം അവർ ഈ ജീവിതത്തിൽ നിന്ന് പലായനം ചെയ്തവരാണ്. അവരെ വിരക്തി എന്ന് പറയുന്ന ഒരു വരം പിടികൂടിയവരാണ്. വിരക്തി. എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ജീവിക്കാനും സാധിക്കും. ഇതാണ് പുണ്യവാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക. നമുക്ക് എല്ലാം ഇട്ടേച്ചു പോകേണ്ടവരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വിരക്തി എന്തുമാത്രം അദ്ദേഹത്തെ സ്വാധീനിച്ചോ, ഈ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന പുണ്യം, അത് അദ്ദേഹത്തെ ശ്രേഷ്ഠമാക്കി. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ ശരീരം പോലും അഴുകാതെ ദൈവം സൂക്ഷിക്കുന്നത്, കേടുകൂടാതെ ദൈവം സൂക്ഷിക്കുന്നത്. ദൈവത്തിന് ഈ ശരീരത്തെ ആദരിക്കണം, ദൈവത്തിന് ഈ ജീവിതത്തെ മാനിക്കണം. കാരണം അവൻ എനിക്ക് വേണ്ടി ജീവിച്ചതാണ്. ഈ ഭൂമിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ഈ അല്പസമയത്തിന് വേണ്ടി ജീവിക്കുന്ന നമുക്ക് അദ്ദേഹം തരുന്ന കാഴ്ച വിശാലമായൊരു കാഴ്ചയാണ്. നമുക്ക് നിത്യതയിലേക്ക് ചുവടുറപ്പിച്ച് നീങ്ങണം. നിത്യതയുടെ ഒരു ദർശനം കിട്ടണം. സ്വർഗത്തെക്കുറിച്ചൊരു വിചാരമുണ്ടാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം. രണ്ടാമതായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി. എന്താണ് വിശുദ്ധി? നമ്മൾ കരുതും വിശുദ്ധി എന്ന് പറയുന്നത് കുറേ പ്രാർത്ഥിക്കുന്നതാണെന്ന്. കുറേ പ്രാർത്ഥിച്ചാലൊക്കെ വിശുദ്ധരാകുമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ഉപമയിൽ. പരീശൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, പക്ഷേ ദൈവം പറഞ്ഞു, ഈ ചുങ്കക്കാരനാണ്, പ്രാർത്ഥിക്കാത്ത ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്. കാരണം അവൻ ആകപ്പാടെ ചെറിയൊരു പ്രാർത്ഥനയെ നടത്തിയുള്ളൂ. ബൈബിളിലെ എല്ലാ സുന്ദരമായ പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളാണ്. കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. ദീർഘമുള്ള പ്രാർത്ഥനകളല്ല, ചെറിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ സ്വർഗം വിലയിട്ടു. അതുകൊണ്ട് ദൈവം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിച്ചാൽ വിശുദ്ധരാകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൂടാതെ നമുക്ക് ദൈവത്തെ കാണുവാനാവില്ല. പ്രാർത്ഥന ആണ് ദൈവബന്ധത്തിൻ്റെ അടിത്തറ. പക്ഷേ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് വിശുദ്ധരാകണമെന്നില്ല. ചിലരൊക്കെ കരുതും ബൈബിൾ ഒരുപാട് അറിഞ്ഞാൽ, ദൈവവചനം അറിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകും. പക്ഷേ ബൈബിൾ അറിയും എന്നതുകൊണ്ട് നമ്മൾ വിശുദ്ധരാകണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധനാകേണ്ടത് പിശാചാണ്. ഈശോയെ പരീക്ഷിച്ചപ്പോൾ സങ്കീർത്തന വചനങ്ങൾ ഉദ്ധരിച്ചാണ് പിശാച് ഈശോയെ പരീക്ഷിച്ചത്. ഇപ്പോൾ ബൈബിൾ വാക്യങ്ങൾ കാണാതറിയാമെന്നത് കൊണ്ടൊന്നും വിശുദ്ധരാകണമെന്നില്ല. ചിലർ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ വിശുദ്ധരാകും, ജീവകാരുണ്യ പ്രവൃത്തികൾ. അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരിക്കൽ ഈശോയെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് വിളിച്ച ശമയോൻ എന്നൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ
എൻ്റെ വീട്ടിൽ പാപിനിയായ ഒരു സ്ത്രീയും വന്നു. ഈശോയുടെ പാദത്തെങ്കിലിരുന്ന് കണ്ണുനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചു. ഉടനെ ശിമയോൻ ഒരു കമൻറ്റ് പറയുന്നുണ്ട്, അവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന ഈ സ്ത്രീ ഏതു തരക്കാരിയാണെന്ന് അറിയുമായിരുന്നു. ഉടനെ ഈശോ ശിമയോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശിമയോനെ, നീ ഭക്ഷണം തന്നതുകൊണ്ടോ ഞങ്ങളെ പരിചരിച്ചത് കൊണ്ടോ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വിളമ്പിയത് കൊണ്ടോ ഒന്നും വിശുദ്ധരാകണമെന്നില്ല. മനോഭാവം മാറണം. ഞാൻ ഈ പെണ്ണിനെ കണ്ട കണ്ണുകൂടുകൂടി നീ എന്തുകൊണ്ടാണ് ശിമയോനെ കാണാഞ്ഞത്? അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഏശയ്യായുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു വചനം പറയും, ചെന്നായും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് വസിക്കും. നമുക്കറിയാം അത് ഇമ്പോസിബിളാണ്, ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഒരു ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് കിടക്കുക. രാവിലെ ചെന്നാൽ മാത്രമേ കാണത്തുള്ളൂ, ആട്ടിൻകുട്ടിയുടെ കാര്യം തീരും. പക്ഷേ ബൈബിൾ പറയുകയാണ് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് കിടക്കും, പശുക്കുട്ടിയും സിംഹവും ഒന്നിച്ച് മേയും. എന്താ സംഭവിക്കുക? സംഭവം ഇത്രയേ ഉള്ളൂ, ചെന്നായുടെ ക്യാരക്ടർ മാറി, സിംഹക്കുട്ടിയുടെ ക്യാരക്ടർ മാറി. സിംഹം വിചാരിക്കുകയാണ് ഇനിമേൽ നോൺ വെജ് വേണ്ട, വെജ് മതി. ക്യാരക്ടർ മാറി. സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ് വിശുദ്ധി. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമുക്ക് കാണിച്ചു തരുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നതിനേക്കാൾ ഉപരി അവൻ്റെ സ്വഭാവത്തിൽ അവിടുന്ന് ഈശോയോട്, ദൈവത്തോട് ഒരു ഹൃദയബന്ധം. എന്തു ചെയ്താലും ഈശോയ്ക്ക് വേണ്ടി, എന്തു ചെയ്താലും എൻ്റെ കർത്താവിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അതാണ് വിശുദ്ധി. അതുകൊണ്ടാണ് ഇവരെയൊക്കെ അൾത്താര വണക്കത്തിന് ഒരുക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഈ പുണ്യവാനെ ഇത്രമേൽ ഉയർത്തി ആദരിക്കുന്നത്. നമുക്കറിയാം, ശ്രദ്ധിച്ചു കേട്ടാൽ ഈ വിശുദ്ധരെക്കാളുമൊക്കെ ഒരുപാട് 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 സഹിക്കുന്ന ആളുകളുണ്ട് ഈ ഭൂമിയിൽ. ഈ വിശുദ്ധരെക്കാളും ഒരുപാട് സഹനശക്തിയുള്ള, സഹിക്കുന്ന, ഒരുപാട് കഷ്ടതകളിലൂടെ നടക്കുന്ന ആളുകൾ, സാധാരണക്കാരുണ്ട്. പക്ഷേ ഇവരെയൊന്നും എന്താണ് സഭ ഉയർത്താത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും സഹിച്ചിട്ടും ഈ വിശുദ്ധരെക്കാളും സഹനങ്ങളുണ്ടായിട്ടും നമ്മളെയൊന്നും അൾത്താര വണക്കത്തിന് യോഗ്യരാക്കാത്തത്? അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, അവർ സഹിച്ചത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിനോടുള്ള ഇൻറ്റിമസി. അവരുടെ സ്വഭാവത്തിൽ ക്രിസ്തുവാണ് നിറഞ്ഞു നിന്നത്. അവരുടെ ക്യാരക്ടറിൽ, ഉള്ളിൽ ഈശോയുടെ തിരുമുഖമായിരുന്നു. അതാണ് വിശുദ്ധി. അതുകൊണ്ട് ഈ രണ്ട് ചെറിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒന്ന്, വിരക്തി. ഈ ഭൂമിയുടെ കൂടെ നടക്കുമ്പോഴും നമ്മൾ ഈ ഭൂമിയുടെ ഭാഗമല്ല, മരിച്ച് അവനോടൊപ്പം ആയിരിക്കേണ്ടവരാണ്. രണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതല്ല, മറിച്ച് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ആരാണെന്നറിയുക. ഞാൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കൂടെ ആരാണുള്ളത്? എൻ്റെ സംസാരത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? ക്രിസ്തുവാണ്. അതാണ് വിശുദ്ധി. അങ്ങനെ ഒരു ജീവിതം നമുക്ക് തമ്മിൽ കാണിച്ചു തന്ന ഒരു പുണ്യവാൻ്റെ ശരീരത്തെ ദൈവം മാനിച്ചുകൊണ്ട് ഇന്നും അഴുകാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ആ അസ്ഥിയിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് ഇന്നും ആയിരങ്ങളിലേക്ക് സുഹൃതങ്ങൾ, പുണ്യങ്ങൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ നമുക്ക് ഈ ബലിയിൽ പുണ്യവാനോട് ചേർന്ന് ഈ രണ്ട് ചിന്തകൾ വളർത്തുവാൻ ശ്രദ്ധിക്കാം. സ്വർഗം നമ്മെ അതിന് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറന്മാർ ബസേലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെയും അതോടൊപ്പം തന്നെ അഭിമന്യ പിതാക്കന്മാരുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മുഴുവൻ്റെയും പേരിലുള്ള ഈ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.